കുഞ്ഞുങ്ങളെ, ഈ വിശുദ്ധ ദിവസം ഈ പുരാതനമായ പരിശുദ്ധ ദേവാലയത്തിൽ കടന്നു വന്ന് ഒരു വാക്ക് പറയുവാൻ ദൈവം എനിക്ക് നൽകിയ വലിയ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ ദൈവം അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ 28ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ജൂൺ മാസം 28-ാം തീയതി പ്രഭാതത്തിൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ നിന്ന്, ഞാൻ നിനക്ക് മുമ്പാകെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോളാപ്പലുകളെ ഖണ്ഡിച്ചു കളയും. മാത്രമല്ല, നിന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ എന്ന് നീ അറിയേണ്ടവന് ഞാൻ നിന്റെ കിരീട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ കുറ്റതികളെയും കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ അതിന് 2 ആഴ്ച മുമ്പ് ഡ്രൈവ് ചെയ്ത് ജോലിയിലേക്ക് കടന്നു പോകുമ്പോൾ 60 മൈൽ സ്പീഡിൽ പോകേണ്ട ഒരു സ്ഥലത്ത് 80 മൈൽ സ്പീഡിൽ എനിക്ക് പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു കാരണം, ഞാൻ USA-ലാണ് ജോലി ചെയ്തത്. അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ 8 മിനിറ്റിൽ കൂടുതൽ ലേറ്റ് ആയാൽ നമുക്ക് അവരൊരു വെർബൽ വാണിംഗ് തരും. വീണ്ടും ഒരു 3 പ്രാവശ്യം കൂടെ ലേറ്റ് ആയാൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത 3 മാസത്തിനുള്ളിൽ നമ്മുടെ ജോലിയിൽ നിന്ന് പറഞ്ഞിട്ടുകയും ചെയ്യും. അതായിരുന്നു ഒരു കാരണം. ഞാൻ 80 മൈൽ സ്പീഡിൽ അവിടെ പോലീസ് സ്ട്രീറ്റിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോൾ ഞാൻ പാസ് ചെയ്തപ്പോൾ പോലീസ് അലാറം ഇട്ട് എൻ്റെ പുറകെ വന്നു, എന്നെ സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് ഒരു ടിക്കറ്റ് തന്നു. ഈ അപ്രകാരം ഒരു ട്രാഫിക് ടിക്കറ്റ് ലഭിച്ചാൽ നമുക്ക് കോർട്ടിൽ പോയി സബ്മിറ്റ് ചെയ്ത് അതിന് ഫൈൻ അടയ്ക്കണം. ജൂൺ മാസം 28-ാം തീയതി ആയിരുന്നു എൻ്റെ ഫൈൻ അടയ്ക്കേണ്ട ദിവസം. എന്നാൽ 29-ാം തീയതി എനിക്ക് ലഭിച്ച പോസ്റ്റ് ലെറ്റേഴ്സൊക്കെ ഞാൻ തുറന്ന് നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനത് കാണുന്നത്. ഇന്നലെയായിരുന്നു അടി. നേരത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ 3 മാസമൊക്കെ എടുക്കുന്നു. അത് കാരണം ഞാനത് അത്ര ശ്രദ്ധിച്ചു. ഉടനെ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, കൂടെ ജോലി ചെയ്യുന്നവർ ചിലർ പറഞ്ഞു, ഈ ടിക്കറ്റ് നമ്മൾ കോടതിയിൽ പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അറസ്റ്റ് വാറന്റ് ലഭിക്കും. ഞാൻ ഉടനെ തന്നെ 2-3 അറ്റോർണിമാരെ വിളിച്ച് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ജാമ്യം എടുക്കുന്നില്ലെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ അറസ്റ്റ് വാറന്റ്. അപ്പോൾ ഞാൻ ദൈവം എനിക്ക് നൽകിയ വാക്ക് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ഞാൻ ഉടനെ അറ്റോർണിയുടെ അടുത്ത് പോകുന്നില്ല. ഞാൻ ആ കോർട്ടിൽ വിളിച്ച് അവിടെയുള്ള ഒരു എംപ്ലോയിയുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിക്കൂടി, എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ക്യാൻ കം ടു ദ കോർട്ട് ആൻഡ് സീ ദ ജഡ്ജ്. ഞാൻ ആ കോർട്ടിൽ ചെന്നു. ആ ജഡ്ജിനെ കാണുവാൻ അവരെനിക്കൊരു അവസരം തന്നു. അവർ എൻ്റെ ട്രാഫിക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എൻ്റെ ഫൈന് $250 ആയിരുന്നു. കുറച്ച് $220 അത് കുറച്ചിട്ട് എൻ്റെ ട്രാഫിക് ടിക്കറ്റിൻ്റെ തടസ്സങ്ങൾ എടുത്തു കളഞ്ഞ് എൻ്റെ റെക്കോർഡിൽ നിന്ന് അത് മാറ്റി. അപ്പോൾ ഞാൻ ദൈവം എനിക്ക് നൽകിയ ആ വാക്യത്തെ ഞാൻ ഓർത്തു. അത് ഞാൻ ചിലരോടൊക്കെ ഷെയർ ചെയ്തു. ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഞാൻ ജൂലൈ മാസം 30-ാം തീയതിയാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ തയ്യാറെടുത്ത് രാവിലെ ഞങ്ങൾ കാഴ്ചയും ഞങ്ങളുടെ പാസ്പോർട്ടും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ
എൻ്റെ പാസ്പോർട്ട് മാത്രം കാണിച്ചു. അപ്പോഴേ ഒരു 2-3 മണിക്കൂറുടെ ഉള്ളൂ എനിക്ക് വരുവാൻ പറ്റും. അടുത്ത 2 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും എൻ്റെ പാസ്പോർട്ട് ഒരിടത്തും അത് കണ്ടെത്തുവാൻ സാധിക്കും. ഞാൻ എൻ്റെ ബ്രീഫ് കേസിലാണ് അത് എപ്പോഴും വെച്ചിരിക്കുന്നത്, ഒരിക്കലും അവിടെ നിന്ന് മാറ്റണം. അത് കഴിഞ്ഞ് എനിക്ക് അല്പം നിരാശയായി. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് നോക്കൂ, എനിക്ക് പാസ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തിരുമേനിയുടെ തിരുമേനിയുടെ ഒരു ഫോട്ടോ എൻ്റെ ബെഡ്റൂമിൽ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചാണ് സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഞാൻ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ഇന്ത്യയിലേക്ക്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ടിക്കറ്റ് പാസ്പോർട്ട് ഞാൻ നോക്കി. ഞാൻ അല്പസമയോട് പ്രശ്നം സ്വപ്നം കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ ഒരു കാര്യം, ആ പാസ്പോർട്ട് വേറെ ഫോൾഡറിൽ എൻ്റെ സ്ഥലത്തിൽ. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ ക്ലോസറ്റിൽ നിന്ന് നമ്മുടെ വിസ കൊണ്ടുപോയി ആ ഫോൾഡർ എടുത്തു. അതെടുത്ത് നോക്കിയപ്പോൾ ആ പാസ്പോർട്ട് അത് കിട്ടിയപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ദൈവത്തോടും തിരുമേനിയോടും നന്ദി പറഞ്ഞു. അപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു ആഗ്രഹം, ഇതൊരു സാക്ഷ്യമായി മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് സാധിക്കണം. ഇപ്രാവശ്യം നാട്ടിൽ കടന്നു പോകുമ്പോൾ ഒരു ദേവാലയത്തിലെങ്കിലും ഈ സാക്ഷ്യം എന്ന് പറയുവാൻ എനിക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടും ചർച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരോടും തോമസ് സാറിനോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ബൈബിളിൽ വായിച്ച വേദഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യം. അവരുടെ യജ്ഞമാണ് ദൈവം സത്യത്തിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ഒരു പ്രവൃത്തി ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 24-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജ്ജീവമാണ്. അപ്രകാരം നിർജ്ജീവമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തെ സ്വർഗപ്രദേശയിലേക്ക് നയിക്കുകയും യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവാസം കൊള്ളുന്നത് എങ്ങനെ? അനാഥനെയും വിധവയെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും വിശപ്പുള്ളവരുടെ വിശപ്പ് കേൾക്കുന്നതുമാകുന്നു എനിക്ക് പ്രസാദകരമായ ഉപവാസം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെയും നടുവിൽ കൂടി ദൈവത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുമേനിക്ക് കടന്നു പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നെ കുറെ കൂടെ സ്വാധീനിച്ചത്. തിരുമേനിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ അനേക കാര്യങ്ങൾ കണ്ടത്. തോമസ് തെല്ലാർമട സാർ വന്ന് മലങ്കരയുടെ സ്നേഹദൂതൻ എന്നുള്ള പുസ്തകം ഞങ്ങളുടെ ഹിസ്റ്ററിലെ 4 ഓർത്തഡോക്സ് ചർച്ചിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് ഈ രാജ്യത്ത് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ സ്കൂൾ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവരോട് ലഭിച്ച
മണി ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചത്. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ 40th ഇയറിൽ എന്നോട് ആവശ്യപ്പെട്ട ഒരു ക്രിസ്ത്യൻ ട്രാക്ട് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഓർത്തപ്പോൾ ദൈവം എന്നെ കാണിച്ച ഒരു വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ അപ്പനെയോ അമ്മയോ കുഞ്ഞുങ്ങളെയോ വസ്തുവകകളെയോ ഒഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങായിട്ടും വരുവാനുള്ളത് നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അവിടെ പറയുന്നത്. 3 സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വേദ വചനം. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സംശയം ചിലപ്പോഴുണ്ടാകും. എന്തുകൊണ്ടാണ് കർത്താവ് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് ആവർത്തിച്ച് പറയാം? നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ അതായിരിക്കാൻ കാരണം. നമ്മൾ സത്യം ചെയ്ത് പലതും പറയാം. എന്നാൽ ദൈവം സത്യം ചെയ്ത് നമ്മളോട് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിശ്വസിക്കുവാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീർന്നു. അതായിരുന്നു തിരുമേനിയുടെ ജീവിതം. ദൈവത്തിന് വേണ്ടി സകലവും പിടിച്ച വ്യക്തിയായി. ജീവിതത്തിലെ ഒന്നും തനിക്ക് വേണ്ടി കരുതിയിരുന്നു, കുടുംബത്തിന് വേണ്ടി കരുതിയിരുന്നു, മറ്റാർക്ക് വേണ്ടി കരുതിയിരുന്നു. സകല പ്രവർത്തനങ്ങളും ദൈവത്തിന് വേണ്ടി കരുതിയ വ്യക്തിയായി. ഞാൻ ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള അനേക വ്യക്തികളെ, ദൈവമക്കളെ ഓരോ ദിവസം കാണുകയും അവരുടെ പ്രസംഗം കേൾക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവരെ കാണുകയും ചെയ്യും. എന്നാൽ ഇത്രയധികമായി എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല. നാം ദൈവത്തെ കാണുന്നത് ദൈവത്തിലൂടെയല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ. ഞാൻ ദൈവത്തെ കണ്ടത് എൻ്റെ മാതാവിലൂടെ. എന്നാൽ ഇന്നിവിടെ ഒരു വാക്ക് പറയുവാൻ തക്കവണ്ണം എനിക്ക് പ്രചോദനം ലഭിച്ചത് വാത്സല്യ തിരുമേനിയിലൂടെ മാത്രമാണ്. മറ്റൊരു വ്യക്തിയും എന്നെ അതിൽ സ്വാധീനിച്ചിട്ടില്ല. തിരുമേനിയുടെ ജീവിതത്തിന്റെ അനുഭവം അതായിരുന്നു. ഓരോ ദിവസവും തിരുമേനി അത് നമ്മളോട് കാണിച്ചുകൊണ്ടിരുന്നു. ഈ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവ് 2 പേരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് സാധ്യമല്ല, മറ്റേ വ്യക്തി പറഞ്ഞു ഞാൻ പോയി ചെയ്യാം. എന്നാൽ ഈ ആദ്യം പറഞ്ഞ വ്യക്തി, ചെയ്യില്ല എന്ന് പറഞ്ഞ വ്യക്തി പോയി ആ ജോലി ചെയ്തു. എന്നാൽ രണ്ടാമത് പറഞ്ഞ വ്യക്തി ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ട്. നമ്മൾ ദൈവം നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പലപ്പോഴും അത് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ദൈവം നമ്മളെ കുറിച്ചത് ആഗ്രഹിക്കുന്നു. പ്രസംഗവും പ്രാർത്ഥനയും മാത്രമല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. അത് പ്രവൃത്തിയിലൂടെ, അപ്രകാരം പ്രവൃത്തിയിലൂടെ ദൈവത്തെ കാണിച്ച ഒരു വ്യക്തിയായിരുന്നു തിരുമേനി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷവും ആ ഖബറിൽ അനേകർ പോയി പ്രാർത്ഥിക്കുകയും ആ ജീവിതത്തിലൂടെ അനേകർക്കും ഇന്ന് സ്വാധീനവും പ്രചോദനവും ദൈവത്തോടുള്ള അടുപ്പവും ലഭിക്കുന്നത് അത്ര വലിയ ശ്രേഷ്ഠമായ ഒരു ജീവിതമായിരുന്നു. തിരുമേനി ലോകത്തിൽ 100 മടങ്ങല്ല 1000 മടങ്ങായ പ്രതിഫലം പ്രാപിച്ചു. മാത്രമല്ല ദൈവം സ്വർഗപ്രദേശയിലേക്ക് തിരുമേനിയെ കടത്തുകയും ചെയ്തു. വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ജയിക്കുന്നവന് ഞാൻ സ്വർഗപ്രദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും, അവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, അവനെ ഞാൻ എൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അതിലേറ്റവും മനോഹരമായ ഭാഗം വെളിപാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ജയിക്കുന്നവനെ ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടൊപ്പം
അവരുടെ സിംഹാസനത്തിലിരുന്നത് പോലെ ഇരുപ്പാൻ വരം. ഒരു മനുഷ്യ ജീവിതത്തിൽ എത്ര ശ്രേഷ്ഠമായ ഒരു വരം നമുക്ക് ലഭിക്കാൻ സാധ്യം. അത് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഇപ്രകാരം ഒരു ജയം നമുക്ക് സാധ്യമാണ്? ഇന്നിപ്പോൾ ഒളിമ്പിക്സ് നടക്കുകയാണ്. ഒളിമ്പിക്സിലൊക്കെ ജയിക്കുന്നവരുടെ കാര്യം നമുക്കറിയാം. അവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഒക്കെയാണ് ഒരു ഗോൾഡ് മെഡൽ വാങ്ങിച്ച് ജയിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് അത്ര ഹാർഡായ ഒരു വർക്ക് ഒളിമ്പിക്സിലെ ഒരു വിജയം പോലെയുള്ള ഒരു വിജയമല്ല ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ദൈവം ലോകാവസാനത്തിൽ തേജസ്സിൽ വെളിപ്പെട്ട് തന്റെ കുഞ്ഞാടുകളെ ഇടതും വലതുമായിട്ട് തിരിച്ച് വലത്തതിനടുത്ത കുഞ്ഞാടുകളോട് അരുളി ചെയ്തു, ലോകസ്ഥാപനം അത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗപ്രദേശത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. എന്താണ് കാരണം എന്ന് അവരെ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പോൾ അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞങ്ങൾ എപ്പോഴാണ് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞ മറുപടി, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കുന്നത്. ഇടതുവശത്തെ കുഞ്ഞാടുകളോടും അതിൻ്റെ മറുപടി പറയുന്നുണ്ട്. അവരെ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് സ്വർഗപ്രദേശം നൽകുന്നില്ല, അവരെ നിത്യനരകത്തിലേക്ക് മാറ്റുന്നതായിട്ടാണ് അവർ പറയുന്നത്. അത് തിരുമേനിയുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ നമ്മൾ കണ്ട ഒരു ജീവിത സത്യമായി. നാം ഒക്കെയും ആ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തിരുമേനിയെക്കുറിച്ച് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കണ്ട ഒരു ചെറിയ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എഴുതുന്നതിൻ്റെ ഒരു കാരണം, എൻ്റെ തലമുറകളും വരുവാനുള്ള തലമുറകളും ഇനിയും ആ തിരുമേനിയുടെ ഒരു പ്രചോദനം അവരുടെ ജീവിതത്തിൽ ലഭിക്കും. നമ്മൾ ബൈബിള് എത്ര വായിച്ചാലും, എത്ര വേദവചനം കേട്ടാലും, എത്ര പ്രസംഗങ്ങൾക്ക് നമ്മൾ പങ്കെടുത്താലും, എത്ര നമ്മൾ പ്രസംഗിച്ചാലും പാടിയാലും, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന പോലെ ഒരു ചെറിയ പ്രവൃത്തി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഭാഗം പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ താൻ കണ്ട ഒരു വ്യക്തിയോട് പോലും അവരുടെ പ്രൈമറി നീഡ് കണക്കിടാതെ അദ്ദേഹം സുവിശേഷം പറഞ്ഞു. ഏത് മനുഷ്യന് അവരുടെ പ്രതിസന്ധി, രോഗം, ദുഃഖം എന്തായിരുന്നാലും അതിൻ്റെ നടുവിൽ അവരുടെ ആ പ്രശ്നം തീർത്തതിന് ശേഷം മാത്രമാണ് ദൈവം, കർത്താവ് അവരുടെ സുവിശേഷം. അതുതന്നെയാണ് ദൈവവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, പട്ടിണിയുടെ നിരാശയിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ അവർക്കൊരു കൈ കൊടുക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അതിലൂടെ അവരുടെ ജീവിതങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും അർത്ഥമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കും. ആഗ്രഹം നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായി തീരട്ടെ. തിരുമേനി കാണിച്ചതുപോലെ, യേശുക്രിസ്തു കാണിച്ചതുപോലെ ആ ജീവിതത്തിൻ്റെ പ്രവർത്തന അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിലൂടെ പിന്തുടരുവാനും, അതിലൂടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ സ്വർഗപ്രദേശത്തിൽ പ്രവേശിക്കുവാൻ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളോട് എനിക്ക് ഒരു സാക്ഷ്യം പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങൾക്ക് നടുവിലായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിപരമായ 2 സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതുപോലെ, അതിൻ്റെ പ്രതിസന്ധികൾ നടുവിൽ നിങ്ങൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ചാൽ
ദൈവം ആ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കും, നമ്മുടെ ജീവിതത്തിലെ ഏതാവശ്യങ്ങളെയും ദൈവം കരുതും. അതാണ് സ്വർഗപ്രതീക്ഷയിൽ ദൈവത്തെക്കുറിച്ചുള്ള നമുക്കുള്ള പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ എല്ലാമായിരിക്കും. അത് കണ്ട തിരുമേനി ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലൂടെ ഇന്നും ഇനിയും വരും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്ന